നമസ്കാരം. ഇന്ന് നമ്മുടെ വ്ളോഗ് തുടങ്ങുന്ന ഒരു യാത്രയിലൂടെയാണ് കേട്ടോ. നിങ്ങൾക്കറിയോ, ഞാൻ ആഫ്രിക്കയിൽ വന്നിട്ട് 1.25 വർഷത്തോളമായി. ഇവിടെ WMF ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ചേരാതിരുന്നത് കൊണ്ടും ഞാൻ പുറം ലോകമായിട്ട് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാതിരുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് 2 ചങ്കത്തി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട് കേട്ടോ. ഇന്നത്തെ റൂട്ട് പറയാം. ആദ്യം ക്യാപ്സ്യൂട്ട് മാൾ, കിയാബിൽ നിന്ന് നോറയ്ക്കൊരു ഡ്രസ്സ് എടുക്കണം. ദെൻ മലബാർ കഫേ, വയറ് നിറയെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണം. പിന്നെ ഡ്രീം ലാൻഡ്, അവിടെയാണ് നമ്മുടെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ മിക്ക ആഴ്ചകളിലും വൺസ് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടോ? മാളും ഓരോ ഷോപ്പൊക്കെ എത്ര മനോഹരമാക്കിയിട്ടുണ്ടല്ലേ. ലാസ്റ്റ് 2 വീക്സ് വന്നപ്പോൾ നമ്മൾ മോളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു കേട്ടോ. ഞാനതിവിടെ കാണിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളിന്ന് സാൻഡയെ കണ്ടുമുട്ടിയത്. സാൻഡ ആൻഡ് മിസ്സിസ് സാൻഡ നോറയ്ക്ക് കോലുമിഠായിയൊക്കെ കൊടുത്തു. പിന്നീട് കുറച്ച് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തു. ബുക്കിലൊക്കെ കണ്ടതുപോലെ നല്ല ക്യൂട്ട് സാൻഡ. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്കറിയാം സാൻഡയും ക്രിസ്മസുമായിട്ടുള്ള കണക്ഷൻ? അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അവസാനം നമ്മൾ കിയാബിയിലെത്തി. കളക്ഷൻ വളരെ കുറവായി തോന്നി. ഒത്തിരി നേരം തേടി നടന്ന അവസാനം തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ് 2 ടോപ്സ് എടുത്തു. ട്രയൽ ചെയ്തു. പെർഫെക്റ്റ്. ഇതാണ് അപ്പയുടെ അമ്മയുടെ സ്വത്തിന് ഇക്കൊല്ലത്തേക്കുള്ള ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡ്രസ്സ്. ഇതാണ് നമ്മളെടുത്ത ടോപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ബിൽ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ മുന്നിൽ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഡെക്കറേഷൻ കൂടെ പോയി കണ്ടാലോ? ഇപ്രാവശ്യം വൈറ്റ് ഗോൾഡൻ ഗ്രീൻ കോംബോ ആണ്. നൈസായിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. ലാസ്റ്റ് ഇയർ ഇതിലും മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് മലബാർ കഫേയിലേക്ക് പോവാം. നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഡിഷസ് കിട്ടും. എപ്പോൾ ചെന്നാലും സൂപ്പർ ടേസ്റ്റി പൊറോട്ട കിട്ടും. കപ്പ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. സൺഡേയിലെ കല്യാണ ബിരിയാണി അടിപൊളിയാണ്. പക്ഷേ വീക്ക് ഡേയ്സിലെ ബിരിയാണി ഞാൻ പ്രിഫർ ചെയ്യില്ല കേട്ടോ. കഫേയിൽ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. പിന്നെ നമ്മളുടെ പ്ലാൻ ചേഞ്ചായി. ആദ്യം ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഭക്ഷണം. അങ്ങനെ നമ്മൾ ഡ്രീം ലാൻഡിലെത്തി. ഇവിടെയും കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പെർ ഹെഡ് 10,000 സിഫ, 3 മണിക്കൂറിന്. നാട്ടിലെ 1600 വരും. പാരൻസിന് ഫ്രീ എൻട്രി ആണ്. എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. ലാർജ് ആൻഡ് ക്ലീൻ സ്പേസ് ആണ്. ഇവിടെ കുട്ടികൾക്കായിട്ട് ഇൻസ്ട്രക്ടേഴ്സും സെക്യൂരിറ്റീസും ഹെൽപ്പേഴ്സും ഒക്കെ ഉണ്ട്. അവരവരെ ടേക്ക് കെയർ ചെയ്തോളും. മോംസിനും ഡാഡ്സിനൊക്കെ കുറച്ച് നേരം വിശ്രമിക്കാം. ഇനി നമ്മുടെ ഊഴം. ഞങ്ങൾ 3 പേരും കയറി. കുറച്ച് ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മൂമെൻറ്റ്സ്, സംസാരമൊക്കെ ആയിട്ട് അവിടെ ഇവിടങ്ങളിൽ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തു. കുറേയേറെ നല്ല നിമിഷങ്ങൾ. ഈ വൈബ്സൊക്കെയാണ് എപ്പോഴൊക്കെ ആയിട്ട് ഞാൻ ലൈഫിൽ മിസ് ചെയ്തത്. ദൈവത്തോടിപ്പോൾ ഗ്രേറ്റ്ഫുള്ളാണ്, ഈ നാട് വിടുന്നതിന് മുമ്പ് എനിക്ക് നൽകിയ നല്ല ഓർമ്മകൾക്ക്. മക്കളും നമ്മളും അപ്പന്മാരും എല്ലാവരും ഒരേപോലെ ഹാപ്പി. അപ്പന്മാരും കുറേ ആക്ടിവിറ്റീസിലൊക്കെ കയറിയിട്ടോ. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഏതോ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന പിള്ളേരാണ് കേട്ടോ. സാൻഡയുടെ അടുത്ത് പോയി ഫോട്ടോയൊക്കെ എടുത്ത് അവരൊരു കളർ കോഡിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. നോറ ഏറ്റവും എൻജോയ് ചെയ്തത് ഇവിടെയാണെന്ന് തോന്നുന്നു. അവൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നിയത് ഇവിടെയാണ്. ഇവിടുത്തെ ഓരോ സ്പേസിലും മാറി മാറിയിരുന്ന് നമ്മൾ സംസാരിച്ചു. ഒത്തിരി നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തു. മക്കളെല്ലാവരും അവരവരുടെ വഴിക്ക് അവരെൻജോയ് ചെയ്യാൻ പോയതുകൊണ്ട് നമ്മളും ഫ്രീ ആയി. ഇവിടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഫുഡ് കോർട്ടുണ്ട്. അത്യാവശ്യം ജ്യൂസും സ്നാക്സൊക്കെ അവിടെ നിന്ന് കിട്ടും. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഹൈറ്റ് പേടിയായി എന്നെ ഏറ്റവും പേടിപ്പിച്ച ഒരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ഇത്. നേരെ കുത്തനെ താഴേക്ക്. പക്ഷെ കുഞ്ഞു മക്കളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി നേരം ഇവിടെ തന്നെ നോക്കി നിന്നു. ഓരോരുത്തരും മാറി മാറി വന്നു പോയി. നോറയെ ഒത്തിരി പേടിച്ചു കേട്ടോ. അങ്ങനെ അവസാനം എൻ്റെ ഊഴെത്തി. ഹൈറ്റിനോടുള്ള എൻ്റെ പേടി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ജെറിൻ വലിച്ചു കയറ്റിയതാണ്.
അങ്ങനെ ഒരു സന്തോഷം, സമാധാനം. എത്ര വർഷം കഴിഞ്ഞാലും ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. പിന്നെ നമ്മൾ കൂകി വിളിച്ച വയറിനെ ശാന്തമാക്കാനോടി. ഞാനും നോറയും ഡിഷസ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഭക്ഷണം കഴിഞ്ഞ് കുറേ നേരം കൂടെ നമ്മൾ സംസാരിച്ചു, മക്കൾ കളിച്ചു. അങ്ങനെ മനോഹരമായൊരു ദിനം കൂടെ. ഇനി നമ്മൾ വീട്ടിലേക്ക്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണും വരെ സസ്നേഹം, അഞ്ജന.